ഹൈന്ദവ ഐക്യത്തെ തുരങ്കം വയ്ക്കാനുള്ള ഇന്ത്യ ഹിന്ദു വിരുദ്ധരുടെ കുത്തിത്തിരിപ്പിന് ഫലം കണ്ടു. വസ്തുതകൾ മനസ്സിലാക്കാതെ ഹിന്ദുവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെ കെണിയിൽ SNDP ഇനിയും വീഴരുത്. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയക്കാർ ഹൈന്ദവ വേട്ടയ്ക്കിറങ്ങുന്നത് പതിവ് പരിപാടിയാണ്. ഹൈന്ദവ സമാജത്തിൽ ജാതി തിരിച്ച് സംഘർഷമുണ്ടാക്കേണ്ടത് അവരുടെ വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗവുമാണ്. ഈ കുതന്ത്രത്തെ തിരിച്ചറിയാൻ മെനക്കെടാത്തവർ കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇരിങ്ങാലക്കുട ദേവസ്വം ആക്ട് പ്രകാരം പ്രദേശത്തെ 12 കുടുംബങ്ങൾക്കാണ് കഴകം ജോലികൾ നൽകിയിട്ടുള്ളത്. ഇതറിയുന്ന കമ്മ്യൂണിസ്റ്റ് മത നേതാക്കൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാനാണ് ഈഴവ സമുദായത്തിലെ ഒരു പക്ക ചകാവിനെ ഇവിടെ കഴകക്കാരനായി തിരുകി കയറ്റിയത്. സ്വാഭാവികമായും ക്ഷേത്രം അധികാരിയായ തന്ത്രി ഇതിനെ എതിർക്കുമെന്നും അപ്പോൾ ബ്രാഹ്മണിക് ഹെജമണി പ്രയോഗിച്ച് ഹൈന്ദവ സമാജത്തിൽ വിസ്ഫോടനം നടത്തി കുറച്ചു വോട്ടുകൾ നേടാമെന്നും ഹിന്ദു വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റ് മതം കണക്കുകൂട്ടുന്നു. ശബരിമല വിഷയത്തിലും വ്യാജ ചെമ്പോലയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് മത നേതാക്കൾ നടത്തിയ കുതന്ത്രം തന്നെയാണ് അവർ ഇവിടെ ഇരിങ്ങാലക്കുടയിലും പയറ്റുന്നതെന്ന് SNDP പ്രവർത്തകർ മനസ്സിലാക്കണം. ക്ഷേത്ര സംബന്ധ വിഷയങ്ങളിൽ മാത്രം ഈഴവൻ എന്ന പേര് കേട്ടാൽ ചോര തിളയ്ക്കുന്ന വെള്ളാപ്പള്ളി വസ്തുതകൾ മനസ്സിലാക്കി സമൂഹത്തിൽ താൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം കൂടി കണക്കിലെടുത്താണ് അഭിപ്രായം പറയേണ്ടത്. ഇനി നിയമലംഘനം നടത്തിക്കൊണ്ട് പുറമേ നിന്നുള്ളവരെ കഴകത്തിന് നിയമിക്കുമ്പോൾ നിലവിൽ കഴകപ്പണി ചെയ്ത് റേഷൻ വാങ്ങുന്ന 12 കുടുംബക്കാരെ മുഴുവനായും ദേവസ്വം ബോർഡിലോ സർക്കാർ സർവീസിലോ യോഗ്യതയ്ക്കനുസരിച്ച് ജോലിക്ക് നിയമിക്കാൻ സമരക്കാർ തയ്യാറാകുമോ? എങ്കിൽ പ്രശ്നം അവിടെ അവസാനിക്കും. ജാതീയതയും ബ്രാഹ്മണിക്കൽ ഹെജമണിയും പറഞ്ഞ് വല്ലവന്റെയും കഞ്ഞിയിൽ പാറ്റയെ പിടിച്ചിടണോ? അല്ലെങ്കിൽ സംവരണ നിയമങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കട്ടെ? സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായിട്ടും ഇപ്പോഴും സംവരണം വേണമെന്ന് വാശി പിടിക്കുന്നത് നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എല്ലാവർക്കും സദ്ബുദ്ധി തെളിയാൻ കൈലാസനാഥൻ അനുഗ്രഹിക്കട്ടെ.